കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെ 4 മക്കളെക്കുറിച്ചും 4 അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരിയായതുകൊണ്ട് തന്നെ മൂന്നാമത്തെ മകൾ ഈശാനിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കൃത്യമായി ആർക്കും അങ്ങനെ അറിയില്ല. എന്നാൽ ഇപ്പോൾ ഒരു വ്ളോഗിൽ ഈശാനി തന്നെ തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തുന്നൊരു വീഡിയോ വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ളൊരു കാരണം വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്നത് താനാണ് എന്ന് ഈശാനി വ്ളോഗിലൂടെ പറയുന്നതിലൂടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. തൻ്റെ വ്ളോഗിലൂടെ ഞാൻ തന്നെയാണ് സ്ഥിരമായിട്ട് ഇവിടെ വിളക്ക് കത്തിക്കാറുള്ളത്, മറ്റാരും അങ്ങനെ കത്തിക്കാൻ തയ്യാറാവാറില്ല. എനിക്ക് പറ്റാത്ത ദിവസം മാത്രമാണ് മറ്റാരെങ്കിലും കത്തിക്കാറുള്ളത്. എനിക്കത് ഇഷ്ടമാണ്. സന്ധ്യയ്ക്ക് കുളിച്ച് വിളക്ക് കത്തിക്കുന്നത്, വിളക്ക് കത്തിച്ച് നാമം പറയാനൊക്കെ തന്നെയും ഞാൻ വളരെ ചെറുതിലെ ശീലിച്ചതുമാണ്. ഇതാണ് ഈശാനി പറയുന്നത്. ഈശാനി പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സന്ധ്യയായി, വിളക്ക് കത്തിക്കാൻ സമയമായി എന്ന് പറഞ്ഞു തന്നെയാണ് ഈശാനി തുടങ്ങുന്നത്. ആദ്യം ശാമ്പ്രാണിത്തിരി കത്തിച്ച് അതിൽ നിന്ന് വളരെ ഭക്തിപൂർവ്വം വിളക്ക് കത്തിക്കുന്നതും പിന്നീട് നാമം ജപിക്കുന്നതുമെല്ലാം കൃത്യമായി കാണാൻ സാധിക്കുന്നു. വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതിയുമായിരുന്നു ഈശാനി ഈ വ്ളോഗിൽ ചെയ്തത് എന്നെല്ലാവരും പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. കൃഷ്ണകുമാറിൻ്റെ മക്കൾ ആരും തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. അവരെല്ലാവരും തന്നെ പുതിയ കുട്ടികളാണ്. ഇന്നത്തെ കാലത്ത് ഏത് കുട്ടിയാണ് ഇങ്ങനെ വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക? അതും ഇത്തരമൊരു താരപുത്രി, വളരെ സ്റ്റൈലിഷായി നടക്കുന്ന ഒരു താരപുത്രി ഒരിക്കലും ഇങ്ങനെ നാടൻ കുട്ടികൾ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുമെന്ന് ആരും കരുതിയത് പോലുമില്ല. ഈശാനിയുടെ ഭാഗമായതുകൊണ്ടാണ് ഒരുപക്ഷെ എല്ലാവരും ഇത്രയ്ക്കധികം ഞെട്ടിയത് എന്ന് പറയാം. അഹാനയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഹൻസിക്കയോ ആയിരുന്നെങ്കിൽ ആരും അധികം ഞെട്ടില്ലായിരുന്നു. ഇത് ദിയയോ അല്ലെങ്കിൽ ഈശാനിയോ ആകുമ്പോൾ വളരെയധികം പെട്ടെന്ന് ഞെട്ടും. എന്നാൽ ഈശാനി അവരുടേതേ പോലത്തെ ഒരു സ്വഭാവക്കാരിയല്ല. പക്ഷേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്തൊരു കഥാപാത്രമായതുകൊണ്ടാണ് പലർക്കും ഈശാനിയോടൊരു അടുപ്പം തോന്നാത്തത് എന്ന് പലർക്കും തോന്നിയിട്ടുമുണ്ട്. അതാണ് ഇപ്പോൾ മനസ്സിലാവുകയും കൂടി ചെയ്യുന്നത് എന്ന് പറയാം. ആരാധകരുടെ വളരെയധികം സ്നേഹം ഇപ്പോൾ ഈശാനിയുടെ ഒരൊറ്റ വീഡിയോ കൊണ്ട് മാറുകയാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. ഈശാനിയുടെ ഒരൊറ്റ വീഡിയോ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നു. അതെല്ലാം തന്നെ ഈശാനിയുടെ സ്നേഹമാണെന്നും മനസ്സിലാകുന്നുണ്ട്. ഈശാനി ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് എന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. വിളക്കൊക്കെ കത്തിച്ച് കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈശാനി എന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല എന്നും കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ അത്രയും സ്വഭാവക്കാരുണ്ട് എന്ന് പോലും ഞങ്ങൾ തിരിച്ചറിയാൻ വൈകിയെന്ന് പ്രേക്ഷകരെല്ലാവരും കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വളരെയധികം സ്വാഭാവികമായി കാണേണ്ട ഒന്നാണ് എന്നാണ് ഇതിൽ പലരും കമൻ്റായി തന്നെ രേഖപ്പെടുത്തുന്നത്. നല്ലത് ചെയ്താൽ അത് നല്ലതായി പറയണമെന്നും ഇത് അത്ര നല്ല കാര്യമാണ് എന്നും പ്രേക്ഷകർ അംഗീകരിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.